ഹലോ ഗൈസ്, എനിക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്, ഈ വീഡിയോ എടുക്കലും വിടലും ഒക്കെ. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്ക് നല്ല പോലെയുണ്ട്. സോ എന്തൊക്കെ വീഡിയോ എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാകാം, ഒരേ ബാക്ക്ഗ്രൗണ്ട്, ഒരേ കടലാസ് കഷ്ണങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു ലൈഫ് ജേർണീനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ 2022 ബി എഡ് കഴിഞ്ഞത്. ബി എഡ് കഴിഞ്ഞു. 2022 മെയ്യിലാണ് ബി എഡ് കഴിയുന്നത്. ഓഗസ്റ്റിൽ എൻ്റെ കല്യാണമായി. കല്യാണം കഴിഞ്ഞ് അപ്പം ഒരു PSC ജോലി, അത് തന്നെയാണ് ആഗ്രഹം. സോ എവിടെയും സാധാരണ ബി എഡ് കഴിഞ്ഞ് ഒരു ആൾക്കാർ ഗസ്റ്റ് ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോകാറാണ് പതിവ്. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. PSC എന്ന് പറഞ്ഞൊരു PSC കോച്ചിങ്ങിന് ചേർന്നു. എന്നാൽ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട് എന്നല്ലാണ്ട് വല്ല കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. കാരണം ആ ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു മൂഡായതുകൊണ്ട് ക്ലാസ് ഉണ്ടാകുമ്പോൾ ക്ലാസ്സിന് പോകുന്നു, ബാക്കി സമയത്ത് അടിച്ച് പൊളിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ കല്യാണം കഴിഞ്ഞത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും, അത് കഴിഞ്ഞ് കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. നെക്സ്റ്റ് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഞാൻ ക്യാരിങ് ആയി. സോ ആ ക്യാരിങ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേണി, എൻ്റെ മടി കാരണം അതെൻ്റെ കൊച്ചിനെ കൂടി ബാധിക്കാൻ പാടില്ല എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ വീട്ടിലാണെങ്കിൽ പഠിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ എന്തായാലും കിടന്നു നടക്കും, മടി പിടിച്ചിരിക്കും. എനിക്കറിയാം, എന്നെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ വർഷം ജൂൺ തൊട്ട് ഞാൻ ഗസ്റ്റ് ടീച്ചറായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി, കിട്ടി. സോ എൻ്റെ 9th മന്ത് വരെ ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു. സോ എൻ്റെ പ്രഗ്നൻസി ജേണി ഞാൻ ഫുൾ ആക്റ്റീവായിരുന്നു. സോ ഡിസംബർ വരെ, അതായത് ജൂൺ തൊട്ട് ഡിസംബർ വരെ, 9th മന്ത് വരെ ഞാൻ സ്കൂളിൽ പോയി. ഡിസംബർ 30 നമ്മുടെ LP UP നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ എന്തായി, എനിക്ക് ഡേറ്റ് പറഞ്ഞേക്കുന്നത് ജനുവരി 15 സോ ഡിസംബർ 30 LP UP നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ആകെ പെട്ട അവസ്ഥയായിരുന്നു. ഡെലിവറി നടക്കാൻ പോണു, പിന്നെ കൊച്ച് കാര്യങ്ങൾ, അതിനിടയ്ക്ക് എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.